ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി ഇന്ത്യൻ വിപണിയിൽ ഒമാനി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക മുൻഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. കരാറിന്റെ ഭാഗമായി നിബന്ധനകളും പ്രധാന വ്യവസ്ഥകളും ഒമാൻ കസ്റ്റംസ് വിശദീകരിച്ചു. യോഗ്യതയുള്ള ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ കുറക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് കരാറിന്റെ പ്രധാന സവിശേഷത. റൂൾസ് ഓഫ് ഒറിജിൻ പാലിക്കുന്നതും കാറ്റഗറി എയിൽ പെടുന്നതുമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കരാർ പ്രാബല്യത്തിൽ വന്ന തീയതി മുതൽ കസ്റ്റംസ് തീരുവയിൽ പൂർണ്ണമായി ഇളവ് ലഭിക്കും. ബി കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ 5 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി തീരുവ കുറച്ച് 2030 ജൂൺ 1 നികുതി പൂജ്യമാകും. കാറ്റഗറി സിയിൽ 10 വർഷം കൊണ്ട് തീരുവ കുറഞ്ഞ് 2035 ജൂൺ 1 നികുതി പൂജ്യമാകും. മുൻഗണനാ നികുതി ഇളവുകൾ ലഭിക്കുന്നതിനായി വ്യാപാരികൾ കസ്റ്റംസിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. വാണിജ്യ ഇൻവോയ്സ്, ലോഡിംഗ് ബിൽ എന്നിവയ്ക്കൊപ്പം 12 മാസത്തെ കാലാവധിയുള്ള സാധുവായ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനും ആവശ്യമാണ്. മൂന്നാം രാജ്യങ്ങൾ വഴി പ്രോസസ്സ് ചെയ്യാതെ നേരിട്ട് കൊണ്ടുവരുന്ന ചരക്കുകൾക്കും പ്രത്യേക നിയമങ്ങൾ ബാധകമാണ്. യോഗ്യതയുള്ള ഒമാനി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നും ഒമാൻ കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലും ഉൽപ്പന്നങ്ങളുടെ വിപണി മൂല്യം വർദ്ധിക്കും. വ്യാപാര തടസ്സങ്ങൾ ലളിതമാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും കരാറിൽ പ്രത്യേക വ്യവസ്ഥകളുണ്ട്. തന്ത്രപ്രധാനമായ പ്രാദേശിക വ്യാപാര കേന്ദ്രമായി ഒമാന് മാറാൻ കരുത്ത് പകരുന്നത് കൂടിയാണ് ഈ കരാർ. മീഡിയ 1 മസ്കത്ത്.